ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. അതായത് 23-ാം തീയതി വെള്ളിയാഴ്ച. ഇപ്പോൾ ചെന്നൈയിലെ ഇലക്ഷൻ ദിവസമാണ്. ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോഴേ ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആദ്യമേ ലൂണ വന്ന് അവളുടെ സ്ഥലമൊക്കെ പിടിച്ചിട്ടുണ്ട്. അവൾക്കിങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇങ്ങനെ തലേണയുടെ പുറത്ത് രണ്ടുപേരുടെ മടിയിൽ മാറി മാറി തല വെച്ച് കിടന്നുറങ്ങാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ അവൾക്കിരിക്കാനുള്ള തലേണയും അവൾക്ക് കംഫർട്ടബിളാക്കി അവളെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. ശ്രേഷ്ഠയും പുറകിൽ അവളുടെ പില്ലോയും ഷീറ്റും ഒക്കെ ആയിട്ട് അവൾ സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാനായിട്ട് ഏട്ടൻ്റെ കൂടെയുള്ള ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ലീവിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണ്, അടുത്ത ക്വാർട്ടേഴ്സിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ ഏൽപ്പിക്കും. അപ്പോൾ അവർ വന്ന് ഇടയ്ക്ക് വെള്ളമൊക്കെ ഒഴിക്കും. ഇപ്പോൾ ചൂടായത് കാരണം ഡെയിലി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടിയെല്ലാം വാടിപ്പോവും. അപ്പോൾ ഡെയിലി ഒഴിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ നാട്ടിലോട്ട് പോകുന്നത്. വരുമ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോഴും നല്ല ചൂടായിരുന്നു. പിന്നെ കാറിലായത് കാരണം വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെന്നൈയിലിപ്പം പിങ്ക് ബ്ലോസം കഴിഞ്ഞപ്പോൾ യെല്ലോ ബ്ലോസമാണ്. വിഷു കഴിഞ്ഞപ്പോഴാണ് വിഷുക്കൊന്നയെല്ലാം, അതായത് നമ്മുടെ കണിക്കൊന്നയെല്ലാം പൂത്തിട്ടുള്ളത്. ഇന്ന് ഇലക്ഷൻ ദിവസമായത് കാരണം റോഡിൽ അങ്ങനെ തിരക്കൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പോർട്ടിലോട്ട് പോകുന്ന കണ്ടെയ്നേഴ്സൊക്കെ ഈ റോഡിലാണ് പോകുന്നത്. സാധാരണ ഞങ്ങൾ ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നല്ല ബ്ലോക്കാണ്. ഇന്ന് വണ്ടികളൊന്നും അങ്ങനെ ഇല്ല, തിരക്കും കുറവാണ്. ഇന്ന് നമ്മുടെ ടൗൺഷിപ്പിനുള്ളിൽ ജോലിക്ക് വരുന്ന ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ ആയത് കാരണമായിരിക്കണം ഇങ്ങനെ തിരക്കൊക്കെ കുറവ്. ഞങ്ങൾ ആദ്യം പോയി പെട്രോൾ പമ്പിൽ നിന്ന് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ഫില്ല് ചെയ്തു. അപ്പോഴത്തേക്കും ഗ്ലാസ് ഒന്ന് താഴ്ത്തുന്ന നോക്കിയിരിക്കും ലൂണ ഇങ്ങനെ തല പുറത്തിട്ട് കാഴ്ചകൾ കാണാനായിട്ട്. ഇങ്ങനെ കുറച്ച് സമയം അവളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ വരുമ്പോഴത്തേക്കും ഇവിടെ ചെന്നൈ മെട്രോയുടെയൊക്കെ പണി അവിടെ എവിടെയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇങ്ങനെ ഇതിൻ്റെ ഈ വഴികളും ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ. സാധാരണ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ ഭയങ്കര ക്യൂവിലും 3/4 മണിക്കൂറോളം ബ്ലോക്കിലും ഒക്കെ കിടക്കുന്നതാണ്. ഇന്ന് വളരെ സ്മൂത്തായിട്ടാണ് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ വഴിയിൽ ഞങ്ങൾ ഒരുപാട് TV-ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിങ്ങനെ വിജയ് പറഞ്ഞ ആ ഒരു ക്രീം കളർ പാൻറ്റ് വൈറ്റ് ഷർട്ട് കോസ്റ്റ്യൂമിലൊക്കെ ഇലക്ഷൻ ദിവസമായപ്പോൾ ഇങ്ങനെ പോകുന്നത് കണ്ടു. വഴിയിലൊക്കെ സിറ്റിയോട് അടുത്തെത്തിയപ്പോഴത്തേക്കും ഒരുപാട് വലിയ വലിയ ബിൽഡിങ്സും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ലൂണയും ശ്രേഷ്ഠയും ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ലൂണ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനാണ് അവൾക്കിഷ്ടം. ലൂണയ്ക്ക് ഒരുപാട് നേരം അവളിങ്ങനെ കെട്ടിപ്പിടിച്ച് വെക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കിടന്നോളും. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് കിടന്നുറങ്ങും. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ചേച്ചിയും അനിയത്തിയും കിടന്നുറങ്ങുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് സിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിൻ്റെ തിരക്കാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു സിഗ്നൽ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കൊക്കെ മാറി. പിന്നെ കുറേ ദൂരം ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു സൈഡ് ഫുള്ള് ചക്ക. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കൂടുതൽ ചക്ക ഇവിടെ ചെന്നൈയിലാണെന്ന് തോന്നുന്നു. നിറയെ ചക്ക ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊരു പമ്പിൽ വണ്ടി നിർത്തി. അപ്പോൾ ഇതുപോലെ കുറച്ച് നല്ല നീറ്റായിട്ട് തോന്നുന്ന പമ്പിൽ നമ്മൾ വണ്ടി നിർത്തും. എന്നിട്ട് അവിടുത്തെ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യും. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ രാമേശ്വരത്തെത്തി. അവിടെ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എത്തിയപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിക്ക് മുന്നേ എണീച്ച് പോയി ധനുഷ്കോടിയൊക്കെ ഒന്ന് കാണണമെന്നാണ് പ്ലാനിങ്. അപ്പോൾ നേരത്തെ പോയി കഴിഞ്ഞാൽ വെയിലും ചൂടും ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. രാവിലെ എണീക്കുന്നത് പോലെ നേരത്തെ റെഡിയായിട്ട് ധനുഷ്കോടി കാണാനാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ റൂമിനുള്ളിൽ പോയാൽ മാത്രമേ അവിടെ വാഷ്റൂം മാത്രമേ ലൂണ യൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ പുറത്തൊക്കെ വഴിയിൽ ഇടയ്ക്ക് നിർത്തിയാലും അവൾ പോകത്തില്ല. ഇപ്പോൾ ഒരു പുതിയ സ്ഥലത്തോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ വാഷ്റൂമൊക്കെ ഒന്ന് കൊണ്ടുപോയി അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് കഴിയുമ്പോൾ അവൾ ആ സ്ഥലമായിട്ടൊന്ന് അഡാപ്റ്റായി വരുമ്പോൾ അവൾ തനിയെ പോയിക്കോളും. അപ്പോൾ ചേട്ടനെ കൊണ്ടുപോയി അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് വാഷ്റൂമൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ വാഷ്റൂമിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു അവിടെ രാമേശ്വരം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓറഞ്ച് റെസിഡൻസിയിലാണ് ഞങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഹോട്ടലായിരുന്നു. വെയിലാകുന്നതിന് മുന്നേ ധനുഷ്കോടി കണ്ടിട്ട് വരണമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെയിലായി കഴിഞ്ഞാൽ കടൽ തീരമൊക്കെ നമുക്ക് പോയി നിന്ന് കാണാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ആദ്യമേ അങ്ങോട്ടാണ് പോയത്, ധനുഷ്കോടിയിലേക്ക്. ധനുഷ്കോടിയിൽ നിന്ന് അരിച്ചാൽമുനൈ ബീച്ച്, അതാണ് ലാസ്റ്റ് പോർഷൻ. അവിടെ നമുക്കൊരു സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് തിരിച്ച് വരണമെന്നാണ്. അപ്പോൾ പോകുമ്പോൾ ധനുഷ്കോടിയിൽ കയറുന്നതിന് മുന്നേ 20 രൂപയുടെ നമ്മളൊരു ടോക്കൺ എടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു 20 രൂപ ടോക്കണൊക്കെ എടുത്തിട്ടാണ് യാത്ര മുന്നോട്ട് പോയത്. രാവിലെ ആയത് കാരണം റോഡിൽ വലിയ തിരക്കൊന്നുമില്ല.
അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് പോകാം. നല്ല റോഡാണ്. റോഡിൻ്റെ രണ്ട് വശത്ത് ഇതുപോലെ കാട് പോലെ ഇങ്ങനെ ചെടികളൊക്കെ നിൽപ്പുണ്ട്. ഒരു വരിക്കാണ് ഇങ്ങനെ ചെടികളൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറം വെള്ളമാണ് രണ്ട് സൈഡിലും. രണ്ട് കടലിങ്ങനെ ചേരുന്ന ഒരു പോർഷനാണ് ഇവിടെ. അപ്പോൾ നല്ല രസമാണ് നമുക്കിങ്ങനെ ഈ രാവിലെയുള്ള ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്. വലിയ തിരക്കോ ഹോണോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടലിൻ്റെ ഭാഗങ്ങൾ കാണാം. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ റോഡിൻ്റെ രണ്ട് വശത്തും ഓലമേഞ്ഞ വീടുകളും ചെറിയ ചെറിയ കടകളും, അതും ഇങ്ങനെ ഓലമേഞ്ഞതാണ്. അപ്പോൾ ഇതിൽ കൂടുതലും മീൻ വിഭവങ്ങൾ വിൽക്കുന്ന കടകളാണ്. രാവിലെ ആയത് കാരണം കടകളൊന്നും ഓപ്പൺ അല്ല. ഒരു 9-10 മണി കഴിയണം കടകൾ തുറക്കാനായിട്ട്. അപ്പോൾ കുറേ ദൂരം കടകൾ കഴിഞ്ഞപ്പോഴത്തേക്കും കടലിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഇങ്ങനെ കല്ലുകൾ കൊണ്ടിട്ടിട്ട് കടൽ ഭിത്തി ചെയ്തിട്ടുണ്ട്. ഇത് കമ്പി കൊണ്ട് കെട്ടിയാണ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഒരുപാട് വീടുകളും കടകളും ഒക്കെയാണ്. ധനുഷ്കോടി കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേര് അരിച്ചാൽമുനൈ ബീച്ച് എന്നാണ്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മുടെ ഇന്ത്യൻ ബോർഡറിൻ്റെ വരുന്ന ആ ഒരു ലാസ്റ്റ് മുനമ്പൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പോയി കാണണമെന്നുള്ളത് കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ അങ്ങനെ ആഗ്രഹിച്ച് ഞങ്ങൾ മൂന്നാർ പോയി. ഇത്തവണ നാട്ടിലോട്ട് പോകുന്ന വഴിക്ക് ധനുഷ്കോടി പോകാമെന്ന് ഏട്ടൻ്റെ പ്ലാനായിരുന്നു. മുമ്പൊക്കെ ഓരോ യാത്രയും ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്യും, പക്ഷേ ഒരു പ്ലാനിങ്ങും സക്സസ് ആവാറില്ല, എല്ലാം ഫ്ലോപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഒരു രീതി എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകണമെന്നൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് സാഹചര്യങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോവുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അതായത് നാട്ടിലോട്ട് പോകുന്ന വഴി മൂന്നാർ വഴിയാണ് പോയത്. അപ്പോൾ ഇത്തവണ ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇത്തവണ പോകുമ്പോൾ ധനുഷ്കോടി കണ്ട് അതുവഴി അങ്ങനെ പോകാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും ഗ്ലാസ് താഴ്ത്തിയിട്ട് കാറ്റ് ആസ്വദിക്കുകയാണ്. ശ്രേഷ്ഠയെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ലൂണയാണെന്നാണ് തോന്നുന്നത്. അവൾക്കിങ്ങനെ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഇരിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് രണ്ടാമത്തെ തവണ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ചെന്നൈയിലിരിക്കുമ്പോൾ അവിടുത്തെ പല്ലാവരം പെറ്റ് മാർക്കറ്റ് പോയി കാണണമെന്ന്, അതായത് അവിടുത്തെ ഫ്രൈഡേ മാർക്കറ്റ്. അപ്പോൾ അതെന്താണെന്നൊന്നും അറിയില്ല, പല വീഡിയോസും കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ജസ്റ്റ് അവിടെ ഒന്ന് പോയി കാണുക, പ്രത്യേകിച്ച് ഒന്നും വാങ്ങാനൊന്നുമല്ല, ആ സ്ഥലം ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് അസുഖം എല്ലാം ആയിട്ട് നമ്മൾ നാട്ടിലോട്ട് വന്നു. ഇനി ചെന്നൈയിലോട്ട് തിരിച്ചു വരുമോ, ആ സ്ഥലം കാണാൻ പറ്റുമോ എന്ന് പോലും ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മൾ തിരിച്ച് ഇനി ഇവിടെ വന്ന് ഏട്ടൻ ഇവിടെ ഉണ്ടാവും, അതായത് ഇനി നമ്മൾ ചിലപ്പോൾ ഏട്ടൻ വേറെ യൂണിറ്റിലോട്ട് പോസ്റ്റിംഗ് ആയി പോകും. അപ്പോഴത്തേക്കും നമുക്കിനി ഈ യൂണിറ്റിലോട്ട് പോകാനോ ഈ സ്ഥലങ്ങൾ ഇനി പോയി കാണാനോ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുമ്പോഴും പല സമയത്തും എൻ്റെ മനസ്സിൽ അയ്യോ നമുക്കിനി അവിടെ പോയി കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ചെന്നൈയിലെത്തിയിട്ട് ആദ്യം ഞങ്ങൾ ചെയ്തത് പല്ലാവരം മാർക്കറ്റ് പോയി കാണുക എന്നുള്ളതാണ്. ഏട്ടാ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു തന്നു. എനിക്കൊരുപാട് സന്തോഷമായി അവിടെ പോയി കണ്ടപ്പോൾ. നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം നമുക്ക് സാധിച്ചു എന്നുള്ളത് വന്നപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായി. അപ്പോൾ അതിന് ശേഷമാണ് എനിക്ക് നമുക്ക് എവിടെയെങ്കിലും ഒരു പോകണമെന്നുള്ളൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെ പോയി കാണുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് വന്നത്. അത് ഏട്ടനും അതിനിപ്പോൾ സപ്പോർട്ടാണ്. ഏട്ടനും ഇഷ്ടമാണ് ഇങ്ങനെ പല സ്ഥലങ്ങളും പോയി കാണുക, അത് എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അരിച്ചാൽമുനൈ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്തൂപമൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കടലിൻ്റെ അപ്പുറം ശ്രീലങ്ക എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ ഫുള്ള് ലൂണയുടെ ഫാൻസ് ആയിരുന്നു. എല്ലാവരും ലൂണയെ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് ബംഗാൾ ഉൾക്കടലാണ്, മറ്റു സൈഡ് ഇന്ത്യൻ മഹാസമുദ്രമാണ്. അപ്പോൾ ഒരു സൈഡ് കുറച്ച് കളർ വ്യത്യാസമുണ്ട്. രണ്ട് കടൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു കടലിന് കുറച്ച് നീല കളർ കൂടുതലുള്ളതുപോലെ എനിക്ക് തോന്നി. അതുപോലെ തിരയ്ക്കും വ്യത്യാസമുണ്ട്. ഒരു സൈഡ് കുറച്ച് തിര കൂടുതലും ഒരു സൈഡ് കുറവും പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ സമയമൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് ഷോപ്പിങ്ങൊക്കെ, വിൻഡോ ഷോപ്പിങ്ങൊക്കെ നടത്തി. ഇങ്ങനെ നമ്മളും വന്നു ധനുഷ്കോടി. ഇവിടെ ഒരുപാട് കക്കയും പിന്നെ മുത്തും ഒക്കെ വെച്ചിട്ടുള്ള ഒരുപാട് നമ്മുടെ ഓർണമെൻറ്റ്സും അതുപോലെ ഡെക്കോർ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ശംഖ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന പെന്നും പിന്നെ ഹെയർ ക്ലിപ്പൊക്കെയാണ്. അത് ഒരുപാട് ടൈപ്പിലുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട്, എല്ലാം വെള്ള കളറിൽ സ്റ്റോണൊക്കെ വെച്ചിട്ട്. ഞാനിവിടെ നിന്നൊരു ധനുഷ്കോടിയുടെ പേരും പിക്ചറൊക്കെ വരുന്ന ഒരു നമ്മുടെ ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെയിലിനിരിക്കുന്ന ആൾക്കാർ പോലും ലൂണയെടുത്ത് ഫോട്ടോ എടുപ്പും കൊഞ്ചിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ സമയം ആൾക്കാർ മാറ്റി മാറ്റി ഫോട്ടോ, അവർക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു കടിക്കുമോ എന്നൊക്കെ. അങ്ങനെ ചോദിച്ചിട്ട് എല്ലാവരും മാറി മാറിയൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഗ്രേറ്റ്.
അങ്ങനെ ധനുഷ്കോടിയും കണ്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഇനി പോകുന്ന വഴിക്ക് ബാക്കി കാഴ്ചകൾ കാണണം. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വെളിച്ചം വന്നത് കാരണം കടലിൻ്റെ കളർ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പോൾ ആകാശവും കടലും കാണുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നതിനേക്കാളും അങ്ങോട്ട് പോകുമ്പോഴുള്ള വ്യൂ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സ്ട്രെയിറ്റ് ലോങ് റോഡും ആ രണ്ട് സൈഡിലും ഇങ്ങനെ നീല കളറിൽ കടലും ആകാശവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്തൊക്കെ ആൾക്കാർ ബലിതർപ്പണമൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടത് മയിലുകളാണ്. ഇപ്പോൾ ആൺമയിലും പെൺമയിലും മയിൽ പീലി വിടർത്തി നൃത്തം ചെയ്യുന്നതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കുറച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും മണൽ കൊണ്ട് ഏകദേശം മൂടപ്പെട്ട ഒരു അമ്പലം കണ്ടു. അപ്പോൾ ഇത് ഞാൻ പണ്ട് ചില വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതായിട്ട് ഓർത്തു. ഇവിടെ ഒരു കടയിലെ അമ്മുമ്മ പറഞ്ഞത് 1964 ഇവിടെ ഒരു സൈക്ലോൺ ഉണ്ടായി. അതായത് കടലെടുത്തിട്ടാണ് ഈ അമ്പലം എല്ലാം ഇങ്ങനെ മണ്ണിനടിയിലായത്. ഇവിടെ ഒരുപാട് കടലെടുക്കപ്പെട്ട ഒരുപാട് പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെ ഈ ടൂറിസ്റ്റുകളുടെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇവിടുത്തെ. എന്ന് വെച്ചാൽ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിൽ പലതിൻ്റെയും ഭിത്തികൾ ഇപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ടെമ്പിൾ ഇപ്പോൾ പുതുത് എന്തേ ഇതൊക്കെ പണ്ട് കടൽ കയറി നശിച്ചു പോയ ബിൽഡിങ്ങിൻ്റെ ബാക്കി. അതുകൊണ്ടായിട്ട് അങ്ങോട്ടൊക്കെ ഇത് പെൺകടല്, ഇത് ആൺകടല്. ഏത് ഇത് ആൺകടല്, അത് പെൺകടല്. അത് ആ പെൺകടലാണ് ഭയങ്കര കോപം. അവരാണ് ഇവിടെ നനങ്ങാണ് വന്ന് വെള്ളം എല്ലാം എടുത്തോണ്ട് പോയത്. ഇത് പെണ്ണോ? പെൺകടലിന് ദേഷ്യം. അതിന് ദേഷ്യം. അപ്പോൾ അന്ന് കടലെടുത്തോണ്ട് പോയി. അവരുടെ 10 വയസ്സിൽ എവിടെ കടൽ കയറിയത്? നോക്കുക ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഏതൊക്കെ സിനിമയുടെ ലൊക്കേഷനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ ഏട്ടാ. ഇമ്മ്യൂണോതെറാപ്പി എടുത്തതിന് ശേഷം എനിക്കിങ്ങനെ കുറച്ച് സമയം എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒരു കിതപ്പും ഒരു തൊണ്ട അടപ്പും ഒക്കെ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ ത്രോട്ട് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡിസ്റ്റർബൻസ് ആകുന്നെങ്കിൽ സോറി. എന്തോ പള്ളിയോ വീടോ ഉള്ളാണോ? അതിന്റെ പുറത്ത് ഇങ്ങനെ പിരിപിരിയായിരിക്കണം അല്ലേ? വേണ്ട പോണ ഉള്ളു കൊള്ളും. നോക്ക് 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 നടന്നു പോകുന്നു ഏലിയൻ. ഇപ്പോൾ കുറച്ചുകൂടെ നേരമൊക്കെ ഒന്ന് വെളുത്തിട്ടുണ്ട്. കടകളൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ ശംഖ് ഐറ്റംസൊക്കെ വിൽക്കുന്ന കടകളാണ് തുറന്നിട്ടുള്ളത്. ഇനി ഇവിടെ ഒരു പഴയ പള്ളിയുടെ അവശേഷിപ്പുകളുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഏതൊക്കെയോ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് തടി കൊണ്ടുള്ള ഒരു പാലം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാലത്തിൻ്റെ തടികളൊക്കെ മിക്കവാറും ഇടയ്ക്കൊക്കെ എല്ലാം പൊട്ടി കിടക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതെന്തോന്ന് കാക്കയോ കോഴിയോ? ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഉറങ്ങുന്ന ലൂണ. ഞങ്ങൾക്ക് അരിച്ചാൽമനൈ ബീച്ച് കാണാൻ പോയതിനേക്കാളും ഇഷ്ടമായത് അവിടെ നിന്ന് ധനുഷ്കോടിയിലോട്ട് തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു സീനറിയാണ്. നല്ല രസമുണ്ടായിരുന്നു നമുക്കിങ്ങനെ വരുമ്പോൾ കാണാൻ. ആകാശമൊക്കെ ഇങ്ങനെ ഫുള്ള് മേഘം നിറഞ്ഞിങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ കോദണ്ഡരാമ ടെമ്പിളുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് പോയി. അങ്ങോട്ട് പോകാനായിട്ടൊരു പാലം ചെയ്തിട്ടുണ്ട്. പാലത്തിൻ്റെ 2 വശത്തും ഇങ്ങനെ വെള്ളം കെട്ടി നിൽപ്പുണ്ട്. ഇത് കടൽ വെള്ളം കയറി കിടക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ വലിയ ആഴമൊന്നുമില്ല. ഇവിടെ അമ്പലത്തിൻ്റെ മേൽക്കൂരയിൽ ഒരാൾ കാക്കകൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ഒരുപാട് കാക്കകൾ അവിടെ ഇങ്ങനെ വന്ന് കൂട്ടമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി വന്നിരിപ്പുണ്ട്. ഇവിടെയും ഒരുപാട് മലയാളീസിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട് കാണാനായിട്ടാണ് പോയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന പേരിനേക്കാളും നമുക്ക് കൂടുതൽ രോമാഞ്ചം ഉണ്ടാക്കുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ടൈറ്റിൽ കേൾക്കുമ്പോഴാണ്. ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരാൾ വളർന്ന വീടൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് കയറുമ്പോൾ കാറിന് പാർക്കിംഗ് ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് വേണം കയറാൻ. ഉള്ളിലെ വീഡിയോ അലൗഡഡ് അല്ല, അതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിൽ പോയി ഓരോ കാഴ്ചകളും കണ്ടപ്പോൾ നമുക്കിങ്ങനെ ഗൂസ്ബംസ് വരുന്ന ഒരു ഫീലായിരുന്നു. അദ്ദേഹം ISROയിലായിരുന്നപ്പോൾ ഉപയോഗിച്ച യൂണിഫോം നമുക്ക് വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റാണ് അവിടെ പോയി നിൽക്കുമ്പോൾ. ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത് പോയത് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം കാണാനായിട്ടാണ്. അവിടെയും ഉള്ളിൽ ഫോണും ക്യാമറയൊന്നും അലൗഡഡ് അല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് വേണം വരാൻ. ഉള്ളിൽ കയറുമ്പോൾ ചെരുപ്പൊക്കെ പുറത്തിട്ടിട്ട് വേണം ഉള്ളിൽ കയറി കാഴ്ചകൾ കാണാൻ. അവിടെ ഉള്ളിൽ അദ്ദേഹത്തിന് കിട്ടിയ എല്ലാ ബഹുമതികളും നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഒരിക്കലും നേരിട്ട് കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ലാത്ത ബഹുമതികളായ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന, ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത ഫീലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പാമ്പൻ പാലം കാണാനായിട്ട് പോയി. ഇപ്പോൾ രാത്രി ഞങ്ങൾ ഇതുവഴിയാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഇരുട്ടായത് കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെളിച്ചം ആയപ്പോഴത്തേക്കും ആകാശ ദൃശ്യവും കടലും രണ്ടും ഒരേ നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ ഞങ്ങൾ ഇറങ്ങി 1-2 ഫോട്ടോസൊക്കെ എടുത്തു. കാഴ്ചകൾ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇത് കടലിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ലിഫ്റ്റിംഗ് ബ്രിഡ്ജാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നോക്കി നിന്നു. അതിനുശേഷമാണ് വീഡിയോ എടുക്കുന്ന കാര്യം പോലും ഓർത്തത്. അപ്പോൾ ഇവിടെ 2 പാലമുണ്ട്. ആദ്യം കാണുന്നത്, അതായത് റോഡിനോട് അടുത്തായിട്ട് കാണുന്ന ആദ്യത്തെ പാലം പഴയ പാലമാണ്. അത് 1914 ഉദ്ഘാടനം കഴിഞ്ഞതാണ്. അതിപ്പോൾ വർക്കിംഗ് അല്ല, കൊറോഷനൊക്കെ ഉണ്ടായത് കാരണം അത് ഇപ്പോൾ നിർത്തിവെച്ചിട്ട് അതിനടുത്തായിട്ട് പുതിയൊരു ലിഫ്റ്റിംഗ് ബ്രിഡ്ജോട് കൂടിയ പാലം പണിതിട്ടുണ്ട്. അത് 2025 ഏപ്രിലാണ് ഇനാഗുറേഷൻ കഴിഞ്ഞത്. ഈ ഒരു സൈഡിൽ പാലത്തിന്റെ കാഴ്ചകളാണെങ്കിൽ പാലത്തിന്റെ അപ്പുറത്ത് നിറയെ ഫിഷിംഗ് ബോട്ടുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഈ പാലത്തിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണെന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ പാലത്തിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നത് കണ്ടു. പത്ത് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോയി ദോശ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇടയ്ക്ക് വണ്ടി നിർത്തി ചോറ് കഴിച്ചു. ഇനി നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ. വഴിയിൽ ഞങ്ങളൊരു ലോറി നിറയെ ഇങ്ങനെ ഉപ്പ് കൊണ്ടുപോകുന്നത് കണ്ടു. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെ ഉപ്പളങ്ങൾ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ റോഡിൻ്റെ ഇരുവശത്തും ഉപ്പളങ്ങൾ കണ്ടു തുടങ്ങി. കടൽ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്നതാണ് ഇവിടെ. ഇപ്പോൾ മലകൾ പോലെ ഇങ്ങനെ മലകൾ പോലെ ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെയാണ് ഉപ്പ്. നെൽവയലുകളിൽ കണ്ടം തിരിച്ചിട്ടയ്ക്കുന്ന പോലെയാണ് ഇവിടെ വെള്ളം കെട്ടി നിർത്തിയേക്കുന്നത്. കടൽ വെള്ളം ബാഷ്പീകരിച്ച് പോകുമ്പോൾ അതിൽ ഉപ്പിങ്ങനെ സെഡിമെൻ്റ് ആകും. ആ ഉപ്പിനെ ഒരു ഭാഗത്തോട്ട് കളക്ട് ചെയ്ത് വെച്ച് ഫുള്ള് വെള്ളവും വറ്റി കഴിയുമ്പോൾ അതിനെ ശേഖരിച്ച് അവർ ഒരു ഭാഗത്തോട്ട് മാറ്റിയിടുകയാണ് ചെയ്യുന്നത്. കുഞ്ഞായിരിക്കുമ്പോൾ കന്യാകുമാരി സൈഡിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ഉപ്പളങ്ങൾ കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മയുണ്ട്. അതിനുശേഷം വലുതായിട്ട് ഇത്രയും പ്രായത്തിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ ഉപ്പളങ്ങൾ പിന്നീട് കാണുന്നത്. മോക്കും ഇതിൻ്റെ ഓരോ പ്രോസസ്സിംഗ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് വന്നു ഞങ്ങൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുക.